മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഓൺലൈൻ ക്ലാസ്സൊക്കെ കൂടിക്കൂടി ഇപ്പോൾ അത് വലിയ ഇഷ്ടമായോ? 14 പാഠങ്ങളും പഠിച്ചു കഴിഞ്ഞ് ഇന്ന് നമ്മൾ നമ്മുടെ പാഠപുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ പാഠത്തിലെത്തി നിൽക്കുകയാണ്. എന്തായിരിക്കും ആ പാഠത്തിൻ്റെ പേര്? രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളും പ്രവചനങ്ങളും. ആരോടുള്ളതാണത്? നമ്മൾ പഠിച്ചത് ആരുടെ കഥയായിരുന്നു? ഇസ്രായേൽ ജനത്തിൻ്റെ കഥ, ഒപ്പം നമ്മുടെ കഥയും അല്ലേ? രക്ഷകനെക്കുറിച്ചുള്ള ഈ വാഗ്ദാനങ്ങളെക്കുറിച്ചും പ്രവചനങ്ങളെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നതിന് മുൻപ് നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന ആ രക്ഷകനോട് ചേർന്ന് പ്രാർത്ഥിച്ചാലോ? എഴുന്നേറ്റ് നിൽക്കാം, കൈകൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണതയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സ്നേഹം തന്നെയായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഞങ്ങളുടെ കൂടെ ആയിരുന്നുകൊണ്ട് ഞങ്ങളുടെ രാജാവും ഞങ്ങളുടെ ഉപദേഷ്ടാവും ഞങ്ങളുടെ നായകനുമൊക്കെയായി ഞങ്ങളോട് കൂടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയിൽ ജീവിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നും അങ്ങയുടെ സ്നേഹം പകർന്നു തന്നുകൊണ്ട് അങ്ങയുടെ വചനങ്ങൾ പഠിച്ച് അതിനനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇരിക്കാം. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വലിയൊരു തീർത്ഥാടനമൊക്കെ നടത്തി കഷ്ടപ്പാടുന്ന ദിനങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്ന് സന്തോഷത്തോടു കൂടി ആയിരിക്കുന്ന കാലം. പല രാജാക്കന്മാരും പല നേതാക്കന്മാരും ഇസ്രായേൽ ജനത്തെ നയിച്ച് ഏതാണ്ട് ഒരു വക്കിലെത്തി നിൽക്കുന്ന കാലം. നന്മയുടേത് മാത്രമല്ല, അവിടെ എന്തുണ്ട്? പലതരത്തിലുള്ള തെറ്റുകൾ കടന്നു വന്ന് അവർ ദൈവത്തിൽ നിന്നും അകന്നുപോയ പലവിധ സാഹചര്യങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോരുത്തരെയും ദൈവം കണ്ടെത്തുകയാണ്. ദൈവം സ്വന്തമായി തിരഞ്ഞെടുത്ത തൻ്റെ ഈ ജനത്തെ ഇനിയും തനിക്കെന്നും സ്വന്തമായി വേണം. തൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും കൊടുത്ത് ഇവരെ വീണ്ടും എൻ്റേതാക്കി മാറ്റണം എന്നുള്ള ചിന്തയോടുകൂടി ഇങ്ങനെ നിൽക്കുന്ന ഈ ജനത്തിൻ്റെ മുൻപിലാണ് ഇന്ന് നാം ആയിരിക്കുക. സിസ്റ്റർ നിങ്ങളുടെ മുൻപിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ കാണിച്ചു തരാം. ഒന്ന് കണ്ടുപിടിക്കണം കേട്ടോ, ആരൊക്കെയാണ് അതെന്ന്. നോക്കിക്കേ, ഈ ചിത്രം ആരുടേതാ? ഇഷ്ടപ്പെട്ട ചിത്രമല്ലേ? ആരുടെയാണിത്? കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ. എങ്കിൽ ഇതോ? അറിയാലോ, മദർ തെരേസയുടെ. ഇതേതാണ്? നാം കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചതാ. ആരായിരുന്നു അത്? കുഞ്ഞച്ചൻ. ഇങ്ങനെ ഓരോ ചിത്രങ്ങളും കാണുമ്പോഴും നമുക്കിതൊക്കെ വലിയ സന്തോഷം പകരുന്നുണ്ടല്ലേ? എങ്കിൽ ഇനി കാണിക്കുന്ന ചിത്രം ഒന്ന് നോക്കണേ. ഇതാരുടെ ചിത്രങ്ങളാ? ഫ്രാൻസിസ് പാപ്പയുടെ ചിത്രം അല്ലേ? ഇനി അടുത്ത ചിത്രമോ? പുൽക്കൂട്ടിലെ ഉണ്ണീശോയുടെ ചിത്രം. ഈ കാണിച്ച ചിത്രങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരുടെ ചിത്രമാണ്? ആരുടേതാ? ഉണ്ണീശോയുടെ. എന്തുകൊണ്ടാണ് ഈ ഉണ്ണീശോയുടെ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കാൻ കൊതിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ആ ഈശോയുടെ ആ ചിത്രമാണ് നമ്മുടെ മനസ്സിനെ ഏറെ ആകർഷിച്ചത് അല്ലേ? നിങ്ങളിൽ ഏറെ പേരും പറഞ്ഞത് ഈശോയുടെ ചിത്രമെന്ന്. അതെ, കുഞ്ഞുമക്കൾ ഈശോയുടെ ചുറ്റും കൂടിയിരിക്കുന്ന ചിത്രം നിങ്ങൾക്ക് ഏറെ ഇഷ്ടമല്ലേ? ഈശോ കുട്ടികളെ കയ്യിലെടുത്ത് പിടിച്ച ചിത്രമാണെങ്കിലോ അത് ഞാനാണ് എന്നോർക്കുമ്പോഴോ എന്തൊരു സന്തോഷമാണല്ലേ? ഇങ്ങനെ ഈ കാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കൂടെ ഈശോയുണ്ടെങ്കിൽ നാം ആരായി? ശക്തിയുള്ളവരായി, ധൈര്യമുള്ളവരായി, നാം ഏറ്റവും വലിയവരായി തീർന്നു. ഇങ്ങനെ കടന്നു വന്ന ഒരു ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലേക്ക് അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. പല രാജാക്കന്മാരും ഇസ്രായേലിനെ ഭരിച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ
പലവിധ പ്രശ്നങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോഴും ദൈവം തൻ്റെ സ്വരം ഇസ്രായേൽ ജനത്തെ അറിയിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത കുറച്ചു പേരാണ് ആര്? പ്രവാചകന്മാർ. ആരാണ്? പ്രവാചകന്മാർ. ഈ പ്രവാചകന്മാർ കടന്നു വരുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് നോക്കിക്കേ. ദൈവത്തെ മറന്നു ജീവിക്കുന്ന ജനത്തിന് ഒരു മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി കടന്നു വരുന്നവരാണ് പ്രവാചകന്മാർ. ദൈവത്തിൻ്റെ സ്വരമായി മാറുന്നവരാണ് പ്രവാചകന്മാർ. കലഹവും അസമാധാനവും നിറഞ്ഞു നിന്ന സാഹചര്യങ്ങളിൽ സമാധാനവും സന്തോഷവും വിതയ്ക്കുവാൻ വേണ്ടി കടന്നു വന്ന വക്താക്കളാണ് ഈ പ്രവാചകന്മാർ. ഇങ്ങനെ വരുന്ന ഈ പ്രവാചകന്മാരെല്ലാം ചെയ്തത് ഒരേ ഒരു കാര്യമാണ്. പ്രത്യാശയുടെ സന്ദേശം നൽകി. എന്താ പ്രത്യാശ? വരാനിരിക്കുന്ന എന്തിനെയോ കുറിച്ചുള്ള പ്രതീക്ഷ നൽകുന്ന സന്ദേശം നൽകി പ്രവാചകന്മാർ രക്ഷകനായ മിശിഹായെ കുറിച്ച് അറിയിച്ചു. രക്ഷകനായ മിശിഹായെ, അതാണെന്ത്? നാം ഇഷ്ടപ്പെട്ട ഈ പുൽക്കൂട്ടിലെ ഉണ്ണീശോ അല്ലേ? നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഈശോ. ഈ ഈശോയുടെ വരവോടുകൂടി ഈ ലോകത്ത് നടമാടുന്ന എല്ലാ കലഹങ്ങളും അസമാധാനങ്ങളും മാറി സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ഒരവസ്ഥ പുനഃസ്ഥാപിക്കുമെന്ന പ്രതീക്ഷയാണ് ഈ പ്രവാചകന്മാർ ഈ ജനത്തിന് നൽകുക. അങ്ങനെ കാത്തിരിക്കുന്ന ജനത്തിന് മിശിഹ വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഈ പ്രവാചകന്മാർ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മിശിഹ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന്, എപ്രകാരമാണ് മിശിഹ ഈ ഭൂമിയിലേക്ക് വരുവാനിരിക്കുന്നതെന്ന്, അതിനുള്ള സൂചനകളെല്ലാം നൽകുന്ന കുറേ പ്രവാചകന്മാരെ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം, ഈ പാഠത്തിൽ കാണാം. അതിനു മുൻപ് മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തായിരിക്കും? കേട്ടിട്ടുണ്ടോ? നാം പാഠങ്ങൾ പഠിച്ചു വന്നപ്പോൾ പല വാക്കുകളുടെയും അർത്ഥം പഠിപ്പിച്ച് തന്നിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സിസ്റ്റർ പറഞ്ഞു തരാം, നന്നായി ശ്രദ്ധിക്കണം. അഭിഷിക്തൻ. മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അഭിഷിക്തൻ. അങ്ങനെ കടന്നു വരുന്ന ഈ അഭിഷിക്തൻ ആരുടെ അഭിഷിക്തനായിരിക്കാം? ഈ മിശിഹ ആരുടെ ആയിരിക്കാം? ദൈവം അഭിഷേകം ചെയ്യുന്ന അഭിഷിക്തനാണ് ആര്? ഈ മിശിഹ. ദൈവം തന്നെയാണ് ആര്? ഈ മിശിഹ. ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ 1000 വർഷത്തോളം ഈ പ്രവാചകന്മാർ ഇങ്ങനെ തങ്ങളുടെ പ്രവർത്തനം തുടർന്നു. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഇവരുടെ ഈ പ്രവർത്തനങ്ങളിലൂടെ ഇവർ പ്രധാനമായും ഉന്നം വച്ചിരുന്ന, അല്ലെങ്കിൽ ഉറപ്പിച്ചു പറഞ്ഞിരുന്ന 2 കാര്യങ്ങളാണ്. ആ 2 കാര്യങ്ങൾ ഏവയെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? ഏകദൈവത്തിലുള്ള വിശ്വാസം കലർപ്പില്ലാതെ കാത്തു സൂക്ഷിക്കുക. ഏകദൈവത്തിലുള്ള വിശ്വാസം കലർപ്പില്ലാതെ. എന്താ കലർപ്പില്ലാതെ എന്ന് പറഞ്ഞാൽ? അതിനേക്കാൾ ഉപരിയായി മറ്റൊന്നിനെ സ്നേഹിക്കാൻ പാടില്ല. അതിൻ്റെ കൂടെ മറ്റൊന്നും ചേർത്ത് അതിനെ മലിനമാക്കാനും പാടില്ല. ഏകദൈവം എന്ന ആ വിശ്വാസം, എനിക്ക് ഏക കർത്താവായി എൻ്റെ ദൈവമായി ഒരേ ഒരാളേ ഉള്ളൂ എന്നുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കണം. രണ്ടാമത്, ഇസ്രായേൽ ജനം ദൈവവുമായി നടത്തിയ ഒരു ഉടമ്പടിയുണ്ട്. ഓർക്കുന്നുണ്ടോ? എന്താണ് ഉടമ്പടി? നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവുമായിരിക്കുമെന്നൊരു ഉടമ്പടി അല്ലേ? ആ ഉടമ്പടി എപ്പോഴും ഓർക്കുന്ന ഒരു ജനമായിരിക്കണം ഈ ഇസ്രായേൽ ജനം എന്നാണ് ഈ പ്രവാചകന്മാർ ഇവിടെ പറഞ്ഞു വയ്ക്കുക. അങ്ങനെ കടന്നു വന്ന ഈ പ്രവാചകന്മാർ ഓരോരുത്തരും വരുവാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഇസ്രായേൽ ജനത്തിന്. ഈ പ്രതീക്ഷയോടുകൂടി ജീവിക്കുമ്പോൾ നന്മയുടെ വഴിയെ ഇവർ നടന്നു നീങ്ങുമെന്നുള്ള ആ ലക്ഷ്യത്തോടുകൂടി പ്രവാചകന്മാർ ഇവിടെ തങ്ങളുടെ പ്രവചനങ്ങൾ അരുളി ചെയ്യുകയാണ്. ഇവിടെ ഇസ്രായേൽ ജനത്തെ നയിച്ച മോശെ എന്ന നേതാവിനെ ഓർക്കുന്നുണ്ടോ? നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ? ആ മോശെ എന്ന നേതാവ് കർത്താവ് അരുളി ചെയ്തതായിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്താണെന്ന് കേട്ടു നോക്കാം. നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ ചെന്ന് നിന്നെപ്പോലൊരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും എന്ന് പറയണം.
എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും. ദൈവം മോശയോട് അരുളി ചെയ്തു എന്ന് പറയുന്ന വാക്കുകളാണ് ഇവ. ഇങ്ങനെ കടന്നു വരുന്ന ഓരോ പ്രവാചകന്മാരെയും കുറിച്ച് ഇനി പറയുകയാണ്. അവരെല്ലാവരും പറയുന്നത് ആരെക്കുറിച്ചാണ്? വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച്, രക്ഷകനായ മിശിഹായെക്കുറിച്ച്. ഇവിടെ ഒരു വചനഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? ശ്രദ്ധിച്ച് കേൾക്കണേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 9, 6, 7 തിരുവചനങ്ങൾ. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ്. അവൻ്റെ സമാധാനം അനന്തവും, നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും. ദൈവമായ കർത്താവിന് സ്തുതി. ആരുടെ പുസ്തകത്തിലെ വാക്കുകളാ, വചനങ്ങളാ ഇപ്പോൾ സിസ്റ്റർ വായിച്ചത് ഓർമ്മയുണ്ടോ? ആരുടേതാ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയായിരുന്നു അല്ലേ? ഈ യെശയ്യാ പ്രവാചകനാണ് ഈ രക്ഷകനെ കുറിച്ചുള്ള ഒന്നാമത്തെ പ്രവചനം നടത്തുക. ആ പ്രവചനത്തെ പറയുന്ന പേരാണ് ഇമ്മാനുവേൽ പ്രവചനം. എന്താണ് ഇമ്മാനുവേൽ പ്രവചനം? അപ്പോൾ ഈ യെശയ്യായുടെ ഇമ്മാനുവേൽ പ്രവചനത്തിൽ എന്താണ് പറയുന്നതെന്ന് അറിയണ്ടേ? യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ വിളിക്കപ്പെടുന്ന ആ ശിശുവിൻ്റെ പ്രത്യേകതകളാണ് ഇപ്പോൾ നാം കേട്ടത്. എന്തൊക്കെയായിരുന്നു? വിസ്മയനീയനായ ഉപദേഷ്ടാവ്, പിന്നെയോ ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ്. ഇതൊക്കെയാണ് ഈ വരാനിരിക്കുന്ന മിശിഹ. ഇവിടെയുമുണ്ട് ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം. നിങ്ങളിൽ ചിലരുടെ എല്ലാം പേര് അതായിരിക്കുമല്ലേ? എന്താ ഈ ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം? നല്ല രസമുള്ളതാ അതിൻ്റെ അർത്ഥം. എന്താണെന്നറിയോ? ദൈവം നമ്മോട് കൂടെ. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ദൈവം നമ്മോട് കൂടെ. യെശയ്യാ പ്രവാചകന്റെ ഈ ഇമ്മാനുവേൽ പ്രവചനത്തിലൂടെ പ്രഘോഷിക്കുന്ന ആ മിശിഹായുടെ വരവിനെ കുറിച്ചുള്ളൊരു ചെറിയ ഭാഗം ഒരു വീഡിയോയിലൂടെ കേട്ടു നോക്കിയാലോ? ശ്രദ്ധിച്ച് കേൾക്കണേ. വരുവാനുള്ള ഒരുവനെക്കുറിച്ച് തിരുവെഴുത്തു പറയുന്നു, അവൻ സമസ്ത ലോകത്തിൻ്റെയും പാപപരിഹാരത്തിനുള്ള സമ്പൂർണ്ണ യാഗമായിരിക്കും. പ്രവാചകന്മാർ അവനെ മിശിഹ എന്ന് വിളിച്ചു. അവനൊരു രക്ഷകനും പ്രവാചകനും രാജാവുമാകുന്നതുകൊണ്ട് അവൻ്റെ വരവ് വലിയ അനുഗ്രഹമായിരിക്കും. മിശിഹ വരുമ്പോൾ എന്തൊക്കെ ചെയ്യുമെന്ന് യെശയ്യാ വിവരിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ അഭിഷിക്തൻ ദരിദ്രർക്ക് സദ്വാർത്ത നൽകും, ഹൃദയം നുറുങ്ങിയവരെ സൗഖ്യമാക്കും, അടിമകൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും. കർത്താവ് തൻ്റെ ജനത്തെ രക്ഷിക്കുന്ന സമയം സമാഗതമായെന്ന് പ്രഖ്യാപിക്കും. യേശു എന്ന ഗുരു ഈ ഭൂമിയിൽ വന്നു സർപ്പത്തിൻ്റെ തല തകർക്കുവാൻ. അന്ധകാരം നിറഞ്ഞ ഭൂമിയിൽ പ്രകാശം പകർന്ന് ശാപത്തെ മാറ്റി അനുഗ്രഹം നൽകുവാൻ വേണ്ടി ദൈവം അയച്ചവനാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹ. ഭയത്തിലിരിക്കുന്നവരെയും ദുർബലരെയും അപമാനിതരെയും അവൻ വിടുവിച്ചു. ഇഷ്ടപ്പെട്ടോ? അവിടെ എന്താ പറയുന്നേ? ആ വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ച് അല്ലെങ്കിൽ ഈ രക്ഷകനെ കുറിച്ച് പ്രവചനങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ അവിടെ പറയുകയാണല്ലേ. നാം വായിച്ചു കേട്ട വചനങ്ങളോട് ഏറെ സാമ്യമുള്ളതുപോലെ. അപ്പോൾ രക്ഷകനെ കുറിച്ച് ഉള്ള ഒന്നാമത്തെ പ്രവചനം നടത്തിയ പ്രവാചകൻ ആരാണ്? യെശയ്യാ. പ്രവചനത്തിൻ്റെ പേര് ഇമ്മാനുവേൽ പ്രവചനം. ഇനി രണ്ടാമത്തെ പ്രവാചകൻ, അതാണ് ജെറമിയ പ്രവാചകൻ. ജെറമിയായുടെ പ്രവചനത്തിൽ ഇതാണ് പറയുക: ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന്
നീതിമാനായൊരു മുളയെ ഞാൻ കിളിർപ്പിക്കും. ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന് നീതിമാനായ ഒരു മുളയെ ഞാൻ കിളിർപ്പിക്കും. അപ്പോൾ ഏത് ഭവനത്തിൽ നിന്നാ വരിക? ഏത് ഗോത്രത്തിൽ നിന്നാ വരിക? എവിടെ നിന്നാണ്? ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന്. ഇനി ഈ ജെറമിയ പ്രവാചകന് ദൈവം വിളിക്കുന്ന ഒരു കൊച്ചു വീഡിയോയും കണ്ടു നോക്കിയാലോ? ശ്രദ്ധിച്ചു നോക്കണേ. ജെറുസലേമിൽ നിന്നും അധികം ദൂരെയല്ലാത്ത അനാത്തോത്ത് ഗ്രാമത്തിൽ ജെറേമിയ എന്നു പേരുള്ളൊരു കുട്ടി തൻ്റെ പാഠങ്ങൾ പഠിക്കുകയായിരുന്നു. ജെറേമിയ ഒരു പുരോഹിതന്റെ മകനായിരുന്നതുകൊണ്ട് അവന് കഠിനമായ പാഠങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. കളിക്കാൻ വളരെ കുറച്ച് സമയവും. പക്ഷേ ജെറേമിയ പഠിക്കാൻ മിടുക്കനായിരുന്നു. അവൻ ഇസ്രായേലിൻ്റെ ചരിത്രമെല്ലാം അറിയാമായിരുന്നു. ദൈവം അവരെ എങ്ങനെയാണ് നയിച്ചതെന്നും. ജെറേമിയ വളർന്നു ശക്തനായിത്തീർന്നു. സ്വന്തം രാജ്യസ്നേഹത്താൽ അവൻ്റെ ഹൃദയം നിറഞ്ഞിരുന്നു, ദൈവസ്നേഹത്താലും. ഒരു ദിവസം അവൻ തൻ്റെ വയലിൽ കൂടി നടക്കുകയായിരുന്നു. ജെറമിയ, ഞാൻ നിന്നെ ഇസ്രായേലിന്റെ പ്രവാചകനായി നിയമിക്കാൻ പോവുകയാണ്. പക്ഷേ ദൈവമേ, ഞാൻ വളരെ ചെറുപ്പമാണ്, എനിക്ക് സംസാരിക്കാൻ പോലും അറിയില്ല. നീ വളരെ ചെറുപ്പമാണെന്ന് പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നത് നീ പറയണം. എൻ്റെ വാക്കുകൾ ഞാൻ നിന്റെ അധരങ്ങളിൽ നിറയ്ക്കും. ഞാൻ ചെയ്യാം കർത്താവേ. കണ്ടല്ലോ. അപ്പോൾ ഈ പ്രവാചകന്മാരെയെല്ലാം ദൈവം തന്നെ തിരഞ്ഞെടുക്കുന്നതും ദൈവത്തിൻ്റെ വാക്കുകൾ പറയുവാൻ വേണ്ടി മാത്രം അയക്കപ്പെടുന്നവരുമാണ് എന്ന് നാം ഇതിലൂടെ മനസ്സിലാക്കുകയാണ്. ഇനി മൂന്നാമത് മറ്റു പ്രവാചകന്മാരുടെ പരാമർശങ്ങളെക്കുറിച്ച് പറയുകയാണ്, രക്ഷകനെക്കുറിച്ച്. അപ്പോൾ ഒന്ന് നമ്മൾ കണ്ടു യെശയ്യ, 2 കണ്ടു ജെറമിയ. മൂന്നാമത് ദാവീദിൻ്റെ വംശവുമായി മിശിഹായ്ക്കുള്ള ബന്ധത്തെക്കുറിച്ച് നാഥാൻ പ്രവാചകൻ പറയുന്നു. നാലാമത് മിക്ക പ്രവാചകൻ. എന്താണെന്നറിയോ? മിശിഹ യുഗങ്ങൾക്ക് മുമ്പുള്ളവൻ എന്നാണ് മിക്ക പ്രവാചകൻ പറയുക. മിശിഹ യുഗങ്ങൾക്ക് മുമ്പുള്ളവൻ എന്ന് പറഞ്ഞാലോ, കാലത്തിന് മുമ്പേയുള്ളവനാണ്. വരാനിരിക്കുന്നവൻ എന്ന് പറയുന്നവൻ കാലങ്ങൾക്കും മുമ്പേയുള്ള രക്ഷകനാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക. അഞ്ചാമത് സക്കറിയ പറയുന്ന ഈ മിശിഹായെക്കുറിച്ച് എങ്ങനെയാണെന്നോ, കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്ന വിനയാന്വിതനായ രാജാവ്. കഴുതക്കുട്ടിയുടെ പുറത്ത് കടന്നു വരുന്ന വിനയാന്വിതനായ രാജാവ്. ഈ രംഗം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളി വരുന്ന ഒരു മിശിഹായെ. എവിടെയാണത്? ഓശാന ഞായറാഴ്ചയല്ലേ കഴുതക്കുട്ടിയുടെ പുറത്തിങ്ങനെ എഴുന്നള്ളി വരുന്ന വളരെ ശാന്തശീലനായ, വിനയമുള്ള, എളിമയുള്ള ഒരു ഈശോയുടെ ചിത്രം. നമുക്ക് അതും ഒന്ന് കണ്ടു നോക്കിയാലോ? ഓശാന ഓശാന ദാവീദിൻ സുതനേ ഓശാന ഓശാന ദാവീദിൻ സുതനേ ഓശാന ഓശാന ഓശാന. പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം തിരുനാമം മുഴങ്ങിടുന്നു. കർത്താവിൻ നാമത്തിൽ വന്നവനെ അത്യുന്നതങ്ങളിലോശാന ഓശാന ദാവീദിൻ സുതനേ ഓശാന ഓശാന ഓശാന. കണ്ടോ? വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ ഒരു ശാന്തനായ രാജാവിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്തായിരുന്നു അല്ലേ ആർപ്പുവിളികൾ? ഒലിവിലെ ചില്ലകളും ഒക്കെയായി ആളുകൾ ഇങ്ങനെ വരിവരിയായി നീങ്ങുകയാണല്ലേ. അതിനിടയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ രക്ഷകനും നാഥനുമായ ഈശോ.
ഇനി അവസാനം എസക്കിയേൽ പ്രവാചകൻ പറഞ്ഞു വയ്ക്കുകയാ മിശിഹ നല്ല ഇടയനാണ് എന്ന്. എന്താ പറഞ്ഞു വെച്ചത്? മിശിഹ നല്ല ഇടയൻ. അപ്പോഴൊന്നോർത്ത് നോക്കിക്കേ, എത്ര പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളാണ് നാം ഈ പാഠത്തിൽ പഠിച്ചത്? യെശയ്യായുടെ പ്രവചനം, ജെറമിയായുടെ പ്രവചനം, നാഥാൻ പ്രവാചകന്റെ പ്രവചനം, മിക്ക പ്രവാചകന്റെ പ്രവചനം, സക്കറിയായുടെ പ്രവചനം, എസക്കിയേൽ പ്രവാചകന്റെ പ്രവചനം. ഈ പ്രവചനങ്ങളിലൂടെയെല്ലാം നമുക്ക് വരുവാനിരിക്കുന്ന മിശിഹ എന്ന ആ സമാധാനത്തിൻ്റെ രാജാവിനെയാണ് നമുക്ക് പറഞ്ഞു തരിക. നോക്കിക്കേ, ഇതിലൂടെയെല്ലാം നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ദൈവം തിരഞ്ഞെടുത്ത ഒരു ജനമുണ്ടെങ്കിൽ, ദൈവം തിരഞ്ഞെടുത്ത ഒരു സമൂഹമുണ്ടെങ്കിൽ എന്നും ദൈവത്തോടു കൂടെയായിരിക്കാൻ അവരെ കൈവിടാതെ തൻ്റെ രക്ഷകനെ വരെ വാഗ്ദാനം ചെയ്ത്, തൻ്റെ അഭിഷിക്തനെ വാഗ്ദാനം ചെയ്ത് കൂടെ കൊണ്ടു നടക്കുന്ന ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹം. മിശിഹായെക്കുറിച്ച് യുഗങ്ങൾക്ക് മുമ്പേ തന്നെ അരുളി ചെയ്യപ്പെട്ടിരിക്കുന്നു. മിശിഹായുടെ വാഗ്ദാനങ്ങൾ ഇസ്രായേൽ ജനത്തിന് മുന്നോട്ടുള്ള ജീവിതം നന്മയുടെ പാതയിൽ നയിക്കുവാൻ പ്രതീക്ഷ പകരുന്നു. ഇതെല്ലാം നാം മനസ്സിലാക്കി വയ്ക്കണം. ഇനി ഇങ്ങനെ കടന്നു പോകുമ്പോൾ നാം എന്താണ് തീരുമാനിക്കേണ്ടത്? ഇതുപോലെ ഈ മിശിഹായെക്കുറിച്ച് പ്രവാചകന്മാർ നമുക്ക് പറഞ്ഞു തരുന്നതുപോലെ ഞാൻ കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ എൻ്റെ മിശിഹായെക്കുറിച്ച്, എൻ്റെ രക്ഷകനെക്കുറിച്ച് ഞാൻ മറ്റുള്ളവരോട് പറയും. നാം ഏത് വചനഭാഗമാണ് വായിക്കുക? സിസ്റ്ററോട് വായിച്ച വചനഭാഗം തന്നെ. എന്താണ്? രക്ഷകൻ്റെ വരവിനെക്കുറിച്ചുള്ള യെശയ്യായുടെ പ്രവചനങ്ങൾ. യെശയ്യായുടെ പുസ്തകം 9-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. മനപ്പാഠമാക്കാൻ ഒരു വചനം പറഞ്ഞു തരട്ടെ. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം. എന്താണിത്? നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ, ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഈ വചനം മനപ്പാഠമാക്കി ഈ ഒരാഴ്ചക്കാലം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കണം. എന്താ നാം സ്വന്തമാക്കേണ്ട ബോധ്യങ്ങൾ? നമ്മുടെ ജീവിതത്തിലൂടെ ഈ മിശിഹായെ പ്രഘോഷിക്കുന്ന പ്രവാചകരെ പോലെ ഒരു കൊച്ചു പ്രവാചകയാകാൻ, ഒരു കൊച്ചു പ്രവാചകനാകാൻ ഞാനും തീരുമാനിക്കണം. എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ വാക്കുകളിലൂടെ ഞാനും മറ്റുള്ളവർക്ക് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി മാറണം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നാം കേട്ട ഈ വചനഭാഗങ്ങളെല്ലാം ഒന്ന് ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ട്, നാം കണ്ട ആ വീഡിയോയിലെ ഭാഗങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന, നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ആ രക്ഷകനായ ഈശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയോട് ചേർന്ന് വാഗ്ദാനങ്ങളിലൂടെ ഞങ്ങളുടെ അടുക്കിലേക്ക് എഴുന്നള്ളി വരുന്ന ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്നും ഞങ്ങളെ സ്വന്തമാക്കിക്കൊണ്ട് അതിലേറെ സ്നേഹവും വാത്സല്യവും പകർന്നു തന്നുകൊണ്ട് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഈശോയെ, അങ്ങയുടെ വഴിയിലൂടെ മാത്രം എന്നും ആയിരിക്കുവാൻ ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ. ജീവിതത്തിൽ വന്നുപോകുന്ന കൊച്ചു കൊച്ചു തെറ്റുകളെ ക്ഷമിച്ചുകൊണ്ട് അങ്ങയെ പ്രഘോഷിക്കുവാൻ, അങ്ങയുടെ പ്രവാചകരായി മാറുവാൻ ഈ കൊച്ചു ജീവിതങ്ങളെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.